നിരക്ക് പരിഷ്കരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് സംസ്ഥാനത്തെ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ ഇന്നു മുതൽ അനിശ്ചിതകാല ഓഫ്ലൈൻ സമരത്തിലേക്ക് കടക്കുകയാണ്. ഊബർ, ഒല, റാപ്പിഡോ, കേരള സവാരി ഉൾപ്പെടെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കെതിരെയാണ് ഡ്രൈവർമാരുടെ സമരം. ന്യായമായ നിരക്ക് പരിഷ്കരണം, ഡ്രൈവർമാരുടെ ക്ഷേമം ഉറപ്പാക്കുക, നിയമവിരുദ്ധ ബൈക്ക് ടാക്സി സർവീസ് അവസാനിപ്പിക്കുക തുടങ്ങിയ 11 ആവശ്യങ്ങളാണ് ഡ്രൈവർമാരുടെ സംഘടനകൾ മുന്നോട്ട് വെക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഓൺലൈൻ ടാക്സികളാണ് നമുക്കറിയാം, ആശ്രയിച്ചുകൊണ്ടാണ് നിരവധി യാത്രക്കാരൊക്കെ ഇപ്പോൾ സഞ്ചരിക്കുന്നത്. സജീവമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഊബറും ഒലയും റാപ്പിഡോയും ഒക്കെ വളരെ സജീവമാണ്. എന്താണ് ഇവർ ഡ്രൈവർമാർ മുന്നോട്ട് വെക്കുന്ന കാര്യം? കമ്മീഷൻ വ്യവസ്ഥയിൽ, കമ്മീഷനുമായി ബന്ധപ്പെട്ട തർക്കമാണോ ഇവരെ സമരത്തിലേക്ക് നയിക്കുന്നത്? രഞ്ജിത്ത്, നിരവധി ആവശ്യങ്ങളുണ്ട്. അതായത് വർഷങ്ങൾക്ക് മുൻപേ തീരുമാനിച്ചിട്ടുള്ള നിരക്കാണ് പലപ്പോഴും ഇപ്പോഴും ഇവർക്ക് നൽകുന്നത് എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരാതി. അതാണ്. മാത്രമല്ല, രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ കമ്മീഷൻ വ്യവസ്ഥയിൽ, അതായത് ഈ ഊബർ അല്ലെങ്കിൽ ഓല, മറ്റ് സർവീസുകൾ അവരുടെ കമ്മീഷൻ ഇനത്തിലുള്ള തുകയാണ് കൂടുതൽ കട്ട് ചെയ്യുക. അതും ഇവർക്ക് ഈ ഡ്രൈവർമാർക്ക് ലഭിക്കുന്ന തുകയിൽ നിന്ന് തന്നെ ആ പണം കട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വീഴ്ചയായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ 11 ആവശ്യങ്ങൾ, അതായത് ഡ്രൈവർമാരുടെ ക്ഷേമം ഉറപ്പാക്കുക, ഈ നിരക്കുമായി ബന്ധപ്പെട്ട് ന്യായമായ നിരക്ക് തീരുമാനിക്കുക, അതുപോലെ ഇപ്പോൾ അടുത്തായിട്ട് ബൈക്ക് ടാക്സി സർവീസായി തുടങ്ങിയിട്ടുണ്ട്. ടാക്സി രജിസ്ട്രേഷൻ ഇല്ലാത്ത ബൈക്കുകൾ അത്തരത്തിൽ ടാക്സി സർവീസിലേക്ക് ഓടിക്കുന്നത് നിയമവിരുദ്ധമാണ് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും 11 ആവശ്യങ്ങളാണ് ടാക്സി സർവീസുകൾ ഉന്നയിച്ചിരിക്കുന്ന 11 ആവശ്യങ്ങളാണ്. ഈ സംസ്ഥാനത്തുടനീളം ഓഫ്ലൈനിലേക്ക് പോയിക്കൊണ്ട് തന്നെയാണ് സമരം തീരുമാനിക്കുക. ഏതായാലും വിവിധ ട്രേഡ് യൂണിയനുകളിലടക്കം 33 സംഘടനകളാണ് സമരത്തിൽ നിന്ന് പങ്കെടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഊബർ, ഒല, അതുപോലെ കേരള സവാരി തുടങ്ങിയ വിവിധ ആപ്ലിക്കേഷനുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെയും ഇന്നു മുതൽ ഓഫ്ലൈനാകും. ഓഫ്ലൈൻ, രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ നമുക്ക് വളരെ പെട്ടെന്നും വളരെ അഫോർഡബിൾ ആയിട്ടും യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസ് കൂടിയാണ് ഓൺലൈൻ ടാക്സി സർവീസുകൾ. പക്ഷേ ഇതിൻ്റെ പിന്നാലെ, അതായത് കസ്റ്റമർക്ക് നൽകുന്ന ഇളവുകൾക്ക് പിന്നാലെ ആ ഇളവിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന ഡ്രൈവർമാരാണ് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്ക് മറ്റൊരു കാര്യം കൂടി അറിയാവുന്നത്, ടാക്സി, അതായത് രജിസ്ട്രേഡ് ടാക്സി ഡ്രൈവർ, ഓഫ്ലൈൻ ടാക്സി ഡ്രൈവർമാർ പലപ്പോഴും ഊബർ അല്ലെങ്കിൽ ഈ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരെ ആക്രമിക്കുകയും അവരെ ജോലി ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങളുണ്ട്. അത്തരം സംഭവങ്ങൾക്കെതിരെ പോലും ഈ സംഘടനകൾ പ്രതിഷേധിച്ചെങ്കിൽ പോലും അത്തരം സംഭവങ്ങൾക്കെതിരെ പോലും നടപടി കണ്ടെത്താൻ ഇത്തരത്തിലുള്ള ഓൺലൈൻ സർവീസുകൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്നു മുതൽ സമരത്തിലേക്ക് പോവുകയാണ്. അനിശ്ചിതകാല സമരത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ന്യായമായ നിരക്ക് പരിഷ്കരണം, ഡ്രൈവർമാരുടെ ക്ഷേമം ഉറപ്പാക്കുക, നിയമവിരുദ്ധ ബൈക്ക് ടാക്സി സർവീസ് അവസാനിപ്പിക്കുക തുടങ്ങിയ 11 ആവശ്യങ്ങളാണ് സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. 33ഓളം ഡ്രൈവർ സംഘടനകളും ടാക്സി യൂണിയനുകളും ചേർന്നിട്ടാണ് ഈ സമരം നയിക്കുന്നത്. എന്നാലും എത്ര കാലത്തേക്ക് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. ഇന്ന് മുതൽ ഓൺലൈൻ ടാക്സി സർവീസുകൾ ഉണ്ടാകില്ല, എല്ലാ ആളുകളും ഓഫ്ലൈനിലേക്ക് പോവുക എന്നുള്ളതാണ് അവരുടെ സമരരീതി. എന്തായാലും ഇന്നു മുതൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ടാക്സി സർവീസുകൾ ലഭ്യമാകില്ല എന്നുള്ളത് ഇവരുടെ സംഘടിതമായിട്ടുള്ള ഒരു സംയുക്തമായിട്ടുള്ള ഒരു വാർത്താ സമ്മേളനത്തിൽ നമ്മളെ നേരത്തെ അറിയിച്ചിരുന്നതാണ്. എന്തായാലും ഇന്നു മുതൽ അവർ സമരത്തിലേക്ക് പോവുകയാണ്. രഞ്ജിത്ത്, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.